പ്രളയവും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും വന്യജീവി ശല്യവും ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയും കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ അവിടുത്തെ എംപി ആയ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളല്ല പ്രധാനപ്പെട്ടത്. അവർക്ക് പ്രധാനപ്പെട്ടത് ഇസ്രായേലിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഗാസയിലെ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം. അതിന് സമാനമായി തന്നെ പ്രകൃതിയുടെ വംശഹത്യ കൊണ്ട് 100-200 പേർ മരണപ്പെട്ടു. അവർക്കൊരു സഹായം നൽകാൻ ഈ പ്രിയങ്കയെ കാണാനില്ലല്ലോ. അല്ല, ഗാസയെക്കുറിച്ച് പറഞ്ഞോളട്ടെ. എന്നാലും പക്ഷേ സ്വന്തം മണ്ഡലം തെരഞ്ഞെടുക്കപ്പെട്ട് വിട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് കൃത്യമായിട്ട് അറിയാം. ആ മണ്ഡലം ഏത് സംസ്ഥാനത്താണെന്നറിയാം. അതിൻ്റെ ഭൂമിശാസ്ത്രം അറിയാമോ? ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ കുറച്ചു പേരുടെ മരണമല്ല, ഈ 2 ഗ്രാമവും ഒലിച്ചു പോയില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലുള്ള എം ആണെങ്കിൽ അത് കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും, പക്ഷെ അവർ ആ മണ്ഡലത്തിൽ തന്നെ മുഴുവൻ സമയവും നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ ഓഫീസ് പോലും ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ കിടക്കുകയാണ്. അവരെ എപ്പോഴാണ് വന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുത്തിട്ട് പോയി. അത് പിന്നെ വന്നത് 3-4 തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് കഴിഞ്ഞിട്ട് വന്നത് 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒന്നും വന്നിട്ടില്ല. അത് മൊത്തത്തിലൊന്ന് കൈവീശി പോകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് അവർ ഇവിടെ ഗാസയിലെ കാര്യങ്ങൾ പറയുന്നത്. അതിന് മറുപടിയുമായിട്ട് ഇന്ത്യയുടെ അംബാസഡർ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ഈ ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെടാൻ കാരണം എത്രയോ പേര് മരിച്ചിട്ടുണ്ടെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 25,000 ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ വധിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ഇവർ പോയി പാർപ്പുറപ്പിച്ചത് എവിടെയാണ്? ആശുപത്രികൾക്ക് അകത്ത്, പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ, ഇവരുടെ ഇടയിലൊക്കെയാണ്. അവർ പിന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് പോയിരുന്നത്. ഈ ഹമാസിന്റെ ഭീകരരെ വധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് വീണ്ടും നാശനഷ്ടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ആ കടുത്ത നടപടിയിലേക്ക് പോയതെന്നുള്ളതാണ് കൃത്യമായി അംബാസഡർ കൊടുത്തിരിക്കുന്ന മറുപടി. ഇവരെല്ലാം ഈ ഗാസ എന്നും പറഞ്ഞ, നമ്മളിപ്പം എവിടെയായാലും മനുഷ്യരുടെ ജീവനാണ് എന്നുള്ളത് നമ്മൾ വില കൽപ്പിക്കുന്നു. പക്ഷേ അത് ഇസ്രായേൽ ചെയ്തത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. പ്രിയങ്കയ്ക്ക് എന്തുകൊണ്ടാണ് ഈ വയനാട്ടിൽ നിന്ന് വിജയിച്ചു പോയത് കൊണ്ടാണ് ഇത്രയധികം ഗാസ പ്രേമം? അന്ന് തണ്ണിമത്തന്റെ ബാഗുമായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം വംശഹത്യയോ പരാമർശവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ നിർണായക ഘടകം? വയനാടായിരിക്കും അല്ലേ? തണ്ണിമത്തന്റെ ബാഗുമായിട്ട് പോയത് പാർലമെന്റിലേക്കാണ് അല്ലേ? അപ്പൊ ഇത് കാരണം ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ വന്നപ്പോൾ പച്ചക്കൊടി മുഴുവൻ ആണല്ലോ അവിടെ കണ്ടത് മുഴുവൻ. മുസ്ലിം പിന്തുണ ഏറെയുള്ള ഒരു മണ്ഡലമാണ് വയനാട്. അതിൻ്റെ മിക്ക ഭാഗങ്ങളും മലബാർ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. സുഖമായിട്ട് ജയിക്കാവുന്നതാണ്. ഇനി അപ്പോൾ അതുകൊണ്ട് പ്രിയങ്കയ്ക്കൊക്കെ സുരക്ഷിത മണ്ഡലം തന്നെയാണ്. ഇനി ഓരോ നാൾ കഴിയും തോറും ഇവർക്ക് വടക്കേ ഇന്ത്യയിൽ ഇവരുടെയൊക്കെ സ്ഥാനം ഇല്ലാതാകുകയാണ്. ഇനി ഒരുപക്ഷെ എനിക്ക് ഒരു മണ്ഡലം കൂടെ കണ്ടെത്തേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയായിരിക്കും. അതിന് വളരെ സുരക്ഷിതമായൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ടി വരും. അപ്പം ഇവർക്ക് ഇത്തരത്തിൽ ഇവിടുത്തെ മുസ്ലിം ജനതയുടെ കൂടി പിന്തുണ നിലനിർത്തണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ദാണ്ട് CPMന് മുംബൈയിൽ ഗാസ റാലി നടത്താമെന്ന് പിന്നെ അവിടുത്തെ കോടതി അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ അനുമതി നൽകിയത് ഒരു ഡിവിഷൻ ബെഞ്ച് നിഷേധിച്ചിരുന്നു. കോടതി തന്നെ ചോദിച്ചിരുന്നല്ലോ, ഇന്ത്യയിൽ എന്തോളം വിഷയങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഇല്ലാതെ എന്തുകൊണ്ട് ഗാസയിലേക്ക് പോകുന്നു എന്നാണ് ചോദിച്ചത്. അത് തന്നെ മിക്കവാറും ഇപ്പൊ പ്രിയങ്കയോടും ചോദിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇത്രത്തോളം വിഷയങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തുള്ള മനുഷ്യ അവകാശ കാര്യങ്ങളിൽ ഇടപെടരുതെന്നല്ല അർത്ഥം. ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഈ 1 വർഷമായല്ലോ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ അവിടുത്തെ പുനരധിവാസം ആയിട്ടില്ല. അവിടെ പിന്നെ നിരാലംബരായിട്ടും അനാഥരമായിട്ട് കുട്ടികൾ ഉൾപ്പെടെ കഴിയുന്നുണ്ട്. ഈ സംസ്ഥാന സർക്കാർ ഒന്നും തന്നെ വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല. ഇവർക്ക് മാസം തോറും പിന്നെ വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് പാർപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായ വാടക പോലും എത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പല സന്നദ്ധ സംഘടനകളും തയ്യാറായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സർക്കാരിൻ്റെ ഒരു സഹായം കൂടി ഇതിനകത്ത് വരണം. സർക്കാർ ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കണം. അത് ഏകോപിപ്പിക്കാൻ പോലും തയ്യാറല്ല. വീട് വെച്ചു കൊടുക്കാൻ പലരും തയ്യാറായിട്ട് വരികയാണ്, എന്നിട്ട് അത് തയ്യാറാകുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അതിനെ ചോദ്യം ചെയ്യാൻ പോലും പ്രിയങ്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. കാരണം ദേശീയ തലത്തിൽ അവിടെ എം.എ. ബേബിയുടെ കൈയും കോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ വരികയുമില്ല. അതിനെതിരെ ഒന്ന് ചോദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇവിടെ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ദുരിതാശ്വാസ നിധി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാടിൻ്റെ പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് ചോദ്യം ചെയ്യണ്ടേ? ഒന്നുകിൽ കേന്ദ്രത്തോടെ ചോദിച്ചതായിട്ട് ഞാൻ ഇന്നേ വരെ കാണുന്നില്ല. കേരളത്തിൽ സംസ്ഥാന സർക്കാരിനോടും പ്രിയങ്ക ഇത് ഉന്നയിക്കുന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇസ്രയേലിൻ്റേത് വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അതിനാണ് ഇപ്പം ഗാസയിൽ 60,000-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നും അതിൽ 18,340 പേർ കുട്ടികളാണെന്നുമാണ് പ്രിയങ്ക പറയുന്നത്. ഇതിനൊക്കെ മറുപടിയാണ് ഈ അംബാസഡർ കൊടുത്തിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ പരിഹരിക്കാനും മറ്റ് രീതിയിലൊക്കെ അവിടെ ആശ്വാസം എത്തിക്കാനും സഹായം എത്തിക്കാനും ഒക്കെ ആയിട്ട് UN ഒക്കെ ഉണ്ട്. ഇതിനകത്ത് പ്രിയങ്കയുടെ ഇടപെടലൊന്നും ആവശ്യമില്ല. ഇപ്പം പ്രിയങ്ക പറഞ്ഞ ഉടനെ അവിടെ നെതന്യാഹു കേൾക്കാൻ നിൽക്കുന്ന ആളാണോ? ഒന്നുമല്ലല്ലോ. അപ്പം അല്ലെങ്കിൽ എം.എ. ബേബി പറയണം. എം.എ. ബേബി അല്ലേ ഇടയ്ക്ക് നെതന്യാഹുവിനെ മോദിയെയും വിരട്ടിയത്, ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനൊക്കെ UN സഹായം എത്തിച്ചു കൊടുക്കും. UN ഇപ്പം ട്രംപ് അവിടെ ഈ ഗാസ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കും എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ഗാസയിലുള്ളവരെയൊക്കെ അയൽ രാജ്യങ്ങളിലായിട്ട് പാർപ്പിക്കുക, എന്നിട്ട് ഇവിടെ ഇതിനെ ഒരു വലിയ റിച്ചായിട്ടുള്ളൊരു പ്രദേശമാക്കി മാറ്റുമെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇവരെ വേറൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി അസാധ്യമാണ്. അവിടെ 10-20 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. അവരെ അവിടേക്ക് എവിടെ മാറ്റി ഇത്രയും പേരെ മറ്റ് 2 രാജ്യങ്ങളിലേക്ക് എങ്ങനെ അവർ ഉൾക്കൊള്ളും? ഇനി ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇവരെ തിരിച്ചു കൊണ്ടുവരും എങ്ങനെ, ഏത് തരത്തിൽ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ട്രംപ് അന്നേരത്തെ ഒരു ഇതനുസരിച്ച് വലിയ ആവേശത്തോടു കൂടി പറയുകയും ചെയ്തു. പക്ഷെ ഇതിലൊന്നും പ്രിയങ്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഇത് പ്രിയങ്കയുടെ കാര്യം, ഇവിടുത്തെ ഡബിൾ എ റഹീം വരെ ഗാസയെ കുറിച്ചൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടുമല്ലോ. എം.എ. ബേബിയും ഇടാറുണ്ട്, ഇവിടെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുപോയി വിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. അല്ലാതെ ഗാസയിലെ ജനങ്ങളോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നും അല്ല ഇത്തരത്തിലുള്ള ഇവരുടെ പ്രസ്താവന.